തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അതിദയനീയ പരാജയത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം CPMന്റെ യോഗം ചേർന്ന് പരാജയ കാരണങ്ങൾ വിലയിരുത്തിയിരുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, കൃത്യമായ പരാജയ കാരണം വിലയിരുത്താൻ CPMന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ചില തട്ടിക്കൂട്ട് ന്യായങ്ങൾ, മുടന്തൻ ന്യായങ്ങൾ പാർട്ടി പ്രതിനിധികൾ പറയുന്നുണ്ടെങ്കിലും സർക്കാരിനെതിരായ ജനവികാരം ഇപ്പോഴും തിരിച്ചറിയാൻ CPMന് കഴിയുന്നില്ല എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും മറ്റു മന്ത്രിമാർക്കെതിരെയും വലിയ ജനരോഷമാണ് കേരളത്തിലുള്ളതെന്ന് ഇപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്ത CPMനെ കാത്തുവെക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അതിദയനീയ പരാജയമാണ്. സമഗ്രമായി വിലയിരുത്താം. എന്താണ് കഴിഞ്ഞ ദിവസത്തെ പാർട്ടി നേതൃയോഗത്തിൽ ചർച്ച ചെയ്തത്, എന്താണ് പാർട്ടിക്കെതിരെ വരുന്ന വിമർശനം, CPMന്റെ തുടർ നടപടികൾ എന്താണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയും പ്രത്യാശയും എന്താണ് CPMന്റെ വിശദമായി പരിശോധിക്കാം. സൗവർണിക PS കൂടെയുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന CPM സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. ഇതിനു മുമ്പ് ചേർന്ന CPM യോഗങ്ങളിലെല്ലാം തന്നെ വിമർശനമുണ്ടായിരുന്നു. ഭരണവിരുദ്ധ വികാരമാണ് പരാജയത്തിന്റെ കാരണം, ശബരിമല സ്വർണ്ണക്കൊള്ള പരാജയത്തിന് കാരണമായി എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാണ്ട് പോയി. പക്ഷേ കഴിഞ്ഞ ദിവസം നടന്ന CPM സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനമാണ്. PM ശ്രീയിൽ ഒപ്പുവെച്ചത് തിരിച്ചടിയായി. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് തെറ്റിദ്ധാരണയുണ്ടാക്കി. അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് വേറെ നിലയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആലസ്യം വിനയായി. സോഷ്യൽ മീഡിയ വിഭാഗം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ സമിതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഈ പറയുന്ന പോലെ അയ്യപ്പ സംഗമം നടത്തിയത് വിശ്വാസികൾക്കൊപ്പമല്ല, വോട്ട് ബാങ്കുകളെ ലക്ഷ്യം വെച്ചാണ് എന്ന് ആദ്യം മുതൽക്കേ പറയുന്നുണ്ടായിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു. അയ്യപ്പം സംഗമം നടത്തിയത് പോലും തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ സ്വാധീനിച്ചു എന്ന് കഴിഞ്ഞ ദിവസത്തെ CPM യോഗത്തിൽ പറയുകയുണ്ടായി. പിന്നെ PM ശ്രീയിൽ ഒപ്പുവെച്ചത് CPIയെ പോലും അറിയിക്കാതെയാണ് വളരെ പെട്ടെന്ന് PM ശ്രീയിൽ ഒപ്പുവെച്ചത്. അത് സർക്കാരിനെ വെട്ടിലാക്കി, അത് സർക്കാരിന് വിനയായി, അല്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങളെല്ലാം കഴിഞ്ഞ ദിവസത്തെ CPM യോഗത്തിൽ വിമർശനമായി ഉയർന്നിരുന്നു. ഇതിനു മുൻപേ നടന്ന CPM തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അടക്കം വിമർശനം ഉയർന്നിരുന്നു. പക്ഷെ അന്നൊന്നും പത്മകുമാറിന്റെ പേരെടുത്ത് എവിടെയും പറഞ്ഞില്ല. സ്വർണ്ണക്കൊള്ള സർക്കാരിനെ നെഗറ്റീവായി ബാധിച്ചു എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം പത്മകുമാറിനെതിരെ നടപടി എടുക്കാത്തത് തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും CPMന്റെ അകത്ത് പുകയുകയാണ്. ഈ വിമർശനങ്ങളെല്ലാം വരുമ്പോഴും ഇനി സർക്കാർ പറയാൻ പോകുന്ന വാദം ഭരണവിരുദ്ധ വികാരമില്ല, അയ്യപ്പ സംഗമവും ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയും വോട്ടർമാരെ സ്വാധീനിച്ചിട്ടില്ല എന്ന് തന്നെയല്ലേ? തീർച്ചയായും ശബരിമല സ്വർണ്ണക്കൊള്ള, അതോടൊപ്പം തന്നെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിട്ടും പത്മകുമാറിനെതിരെ പാർട്ടി തലത്തിൽ കൃത്യമായി നടപടി സ്വീകരിച്ചില്ല. കൂടാതെ PM ശ്രീയിൽ ഒപ്പുവെച്ചത് പാർട്ടിയിലെ അല്ലെങ്കിൽ മുന്നണിയിലെ മന്ത്രിമാരാരും അറിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ചില ഉദ്യോഗസ്ഥരും മാത്രം അറിഞ്ഞുകൊണ്ടാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതെന്ന് CPI നേതൃത്വമടക്കം പരസ്യമായി പറയുകയും CPIക്കും അതിൻ്റെ യുവജന വിദ്യാർത്ഥി സംഘടനകളായ AISFനും AIYFനും കേരളത്തിൽ സമരരംഗത്ത് ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതുമാത്രമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ പത്മകുമാറിനെയും വാസുവിനെയും അടക്കമുള്ള CPM സഹയാത്രികരെയും CPM നേതാക്കന്മാരെയും തുടക്കം മുതൽ ന്യായീകരിക്കുന്ന നിലപാടാണ് പാർട്ടി നേതാക്കന്മാരിൽ നിന്നും ഉണ്ടായത്. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതിൻ്റെ പരിണിത ഫലമാണ് കേരളത്തിലെ 65% വരുന്ന പഞ്ചായത്തുകളും, ബ്ലോക്ക് പഞ്ചായത്തുകളും, ജില്ലാ പഞ്ചായത്തുകളും, നഗരസഭകളും കോർപ്പറേഷനുകളും എല്ലാം CPMന് ഭരണം നഷ്ടമായത്. അതുമാത്രമല്ല, ആഗോള അയ്യപ്പ സംഗമം എന്ന പേര് പറഞ്ഞുകൊണ്ട് പമ്പയിൽ ഒരു അയ്യപ്പ സംഗമം നടത്തി. ഇതിൽ 4500ഓളം പ്രതിനിധികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുനിന്ന് പങ്കെടുക്കുമെന്ന് പറഞ്ഞെങ്കിലും 450-ലധികം പ്രതിനിധികൾ മാത്രമാണ് അതിൽ പങ്കെടുക്കാൻ എത്തിയത് എന്നതാണ് ഒരു വിരോധാഭാസം. അതുമാത്രമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദമാകുന്നതിന് തൊട്ടു മുമ്പാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. അത് നടത്താണ്ടായ പ്രധാനപ്പെട്ട ഒരു കാര്യം, 2018 സുപ്രീം കോടതി വിധിയുടെ മറവിൽ ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും നിർബന്ധപൂർവ്വം ശബരിമല കയറ്റിയതുമായി ബന്ധപ്പെട്ട് CPMനെതിരെ ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമുണ്ട്. അതിൽ പാർട്ടി ഭേദമന്യേ CPM അണികൾ പോലും ഈ സർക്കാരിൻ്റെ ഈ നിലപാടിനെതിരെ പ്രതിഷേധമുയർത്തിയിരുന്നു. അവരുടെ ആ പ്രതിഷേധം തണുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഭക്തരുടെ കണ്ണിൽ പൊടിയിടാനായിരുന്നു ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. ആ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ഉദ്ഘാടകനായ മുഖ്യമന്ത്രിയുടെ കാറിൽ അദ്ദേഹത്തോടൊപ്പം എത്തിയത് അതിൻ്റെ തലേ ദിവസം, ഈ പരിപാടി നടക്കുന്നതിൻ്റെ തലേ ദിവസം മലപ്പുറം ജില്ലയെയും മുസ്ലിം സമുദായത്തെയും ഒരേപോലെ അവഹേളിച്ച വിവാദപരമായ ഒരു പ്രസ്താവന നടത്തിയ വെള്ളാപ്പള്ളി നടേശനെ വലത് സൈഡിൽ ഇരുത്തിക്കൊണ്ടാണ്. ഇത് ജനങ്ങൾ കാണുകയാണ്. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു പ്രതികരണം നടത്താൻ പോലും മുഖ്യമന്ത്രി തയ്യാറായില്ല. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPMനെ ബാധിച്ചു. ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ മുസ്ലിം വോട്ടുകൾ എൻ ബ്ലോക്കായി കോൺഗ്രസിനും UDFനും വരുന്ന സാഹചര്യമുണ്ടായി. അതുമാത്രമല്ല, മറ്റു പല വിഷയങ്ങളിലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന ചോദ്യം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അടക്കം ഉന്നയിച്ചിട്ടും ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ പാർട്ടി നേതൃത്വത്തിന് കഴിഞ്ഞില്ല. എന്തിനാണ് പത്മകുമാറിനെ സംരക്ഷിക്കുന്നത് എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ട ബാധ്യത CPMനുണ്ട്.
കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിൻ്റെ പങ്ക് പകൽ പോലെ വ്യക്തമായിട്ടും പത്മകുമാറിനെ ജയിലിലടച്ചിട്ടും പത്മകുമാറിനെതിരെ ചെറുവിരൽ അനക്കാൻ CPM നേതൃത്വം തയ്യാറായിട്ടില്ലെങ്കിൽ പത്മകുമാറിനെ ഭയന്നിട്ടാണ്, പത്മകുമാറിനെ പേടിച്ചിട്ടാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നടപടി CPM സ്വീകരിക്കാൻ ചോദിച്ചാൽ അതിന് CPM-ന് ഉത്തരമില്ല. അല്ല, ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലടക്കം പത്മകുമാറിന്റെ വിഷയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ വിമർശിക്കപ്പെടുമ്പോൾ ഇനി സർക്കാർ പത്മകുമാറിനെ തള്ളിപ്പറയുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും പത്മകുമാറിനെ തള്ളിപ്പറയേണ്ട സാഹചര്യത്തിലേക്ക് CPM എത്താൻ തന്നെയാണ് സാധ്യത. കാരണം പാർട്ടി അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്നൊരു തലത്തിലായിരിക്കും ഇനി CPM-ന്റെ നടപടി ഉണ്ടാകുക. അല്ലെങ്കിൽ വരും തെരഞ്ഞെടുപ്പുകളടക്കം വലിയ തരത്തിൽ ശബരിമല ബാധിക്കും. കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട് അപ്പോൾ പത്മകുമാറിനെ തള്ളി പറഞ്ഞെന്നിരിക്കട്ടെ, ഇത്രയും നാൾ അവർ തള്ളി പറയാത്തതിന് പിന്നിൽ ഒരു കാരണമുണ്ടല്ലോ, ആ കാരണം ഇപ്പൊ പ്രതിഫലിക്കില്ല അങ്ങനെയാണെങ്കിൽ? അല്ല, അവരൊരു കൃത്യമായ ഒരു റീസൺ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. അത് എത്രത്തോളം വിജയിക്കുമെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. പാർട്ടി അന്വേഷിച്ച് പത്മകുമാർ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കുന്നതെന്നായിരിക്കും ഇനി പാർട്ടി പറയാൻ പോകുന്നത്. അതുമാത്രമല്ല, ശബരിമലയുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ ഒരു പാരഡി പാട്ട് വലിയ തരത്തിൽ CPM-നെ ബാധിച്ചിട്ടുണ്ടെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടൽ CPM-ന്റെ വേണ്ടത്ര ഗുണകരമായിരുന്നില്ല. കാരണം CPM-ന്റെ സൈബർ അണികൾ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാനും അവരെ അസഭ്യം പറയാനും സ്ത്രീകളടക്കമുള്ളവരെ അപമാനിക്കാനുമാണ് അവരുടെ സാമൂഹ്യ മാധ്യമ സ്പേസ് ഉപയോഗിക്കാറ്. ഇത് കൃത്യമായി നിയന്ത്രിക്കുന്നതിൽ CPM പരാജയപ്പെട്ടു. പോരാളി ഷാജിമാരെ കൊണ്ട് എതിരാളികളെ തെറി പറയുന്ന തലത്തിലേക്ക് പാർട്ടി എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ അധപ്പതനമാണെന്ന് അന്ന് പാർട്ടിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഒരു കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൃത്യമായ കോൺഗ്രസിനേക്കാൾ BJP-യേക്കാൾ ഇടപെടൽ നടത്തിയ CPM പിന്നീട് എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരെ തെറി പറയാൻ, സ്ത്രീകളടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ അസഭ്യം പറയാനായിരുന്നു ഇത്തരം പോരാളി ഷാജിമാരെ ഉപയോഗിച്ചത്. അത് അവർക്ക് തന്നെ വിനയായി അവരെ തിരിഞ്ഞുകുത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും പോരാളി ഷാജിമാരെ പോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടപെടൽ പാർട്ടിക്ക് തിരിച്ചടിയായെന്ന് പാർട്ടി വിലയിരുത്തുന്നു. ഇപ്പോഴും അവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഭരണവിരുദ്ധ വികാരമില്ല. പക്ഷേ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ, മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള 140 മണ്ഡലങ്ങളുടെ ചിത്രമെടുത്ത് പരിശോധിച്ചാൽ മന്ത്രിമാർക്കെതിരായ വികാരമുണ്ട്. മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ അതിദയനീയമായ പരാജയമാണ് CPM-ന് ഉണ്ടാകുന്നത്. MLA-മാരുടെ മണ്ഡലങ്ങളിൽ അതിദയനീയമായ പരാജയമാണ് ഉണ്ടായത്. കൂത്തുപറമ്പിലെ KP മോഹനൻ്റെ മണ്ഡലത്തിൽ അതിദയനീയ പരാജയം CPM-ന് ഉണ്ടാകുന്നു. ആ ഘടകകക്ഷിയുടെ MLA-ആണ്. പാലക്കാട് ചിറ്റൂരിൽ നിന്നുള്ള വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ മണ്ഡലത്തിൽ CPM-ന് അതിദയനീയമായ പരാജയമാണ് ഉണ്ടാകുന്നത്. കോഴിക്കോട്ടെ MLA-മാർ കുഞ്ഞമ്മദ് കുട്ടിയുടെ കുറ്റ്യാടിയിൽ CPM പരാജയപ്പെടുന്നു. തൊട്ടപ്പുറത്ത് സച്ചിൻ ദേവിൻ്റെ ബാലുശ്ശേരിയിൽ CPM-ന് പരാജയമുണ്ടാകുന്നു. ലിൻഡോ ജോസഫിൻ്റെ മണ്ഡലത്തിൽ പരാജയമുണ്ടാകുന്നു. മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ മണ്ഡലത്തിൽ 25,000-ൽ പരം വോട്ടുകൾക്ക് മുഹമ്മദ് റിയാസ് ജയിച്ച ബേപ്പൂർ മണ്ഡലത്തിലെ CPM-ന്റെ ലീഡ് 1500-ൽ താഴെ മാത്രമാണ്. ഇത്തരത്തിൽ അബ്ദുറഹിമാൻ, മലപ്പുറത്തുള്ള മന്ത്രി അബ്ദുറഹിമാൻ്റെ മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നത് UDF ആണ്. തൊട്ടപ്പുറത്ത് KT ജലീൽ MLA-യുടെ മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നത് UDF ആണ്. ഇവിടേക്ക് തൃശ്ശൂരിൽ ലീഡ് ചെയ്യുന്നത് UDF ആണ്. എറണാകുളത്ത് ജാജീവിൻ്റെ മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്ന UDF ആണ്. അത്തരത്തിൽ റോഷി അഗസ്റ്റിൻ്റെ മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്ന UDF ആണ്. അത്തരത്തിൽ മന്ത്രിമാരുടെ മണ്ഡലങ്ങളിലടക്കം UDF-ന്റെ തേരോട്ടമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇത് മന്ത്രിമാർക്കെതിരെയുള്ള വികാരം പ്രതിഫലിക്കുന്നു. ഇത് തിരിച്ചറിയാൻ CPM-ന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അല്ല, ഇത്രയും വലിയൊരു പരാജയം നേരിട്ടിട്ടും അത് ഭരണവിരുദ്ധ വികാരമാണെന്ന് ഇവർ തിരിച്ചറിയുന്നില്ല എന്ന് പറയുന്നത് തന്നെ വലിയൊരു മണ്ടത്തരം. തീർച്ചയായും ഭരണവിരുദ്ധ വികാരമല്ല, ന്യൂനപക്ഷ വോട്ടുകളെ തങ്ങളുടെ പെട്ടിയിലാക്കാൻ കോൺഗ്രസിന്റെ കപടപ്രചാരണങ്ങൾക്ക് കഴിഞ്ഞുവെന്നാണ് CPM ഇപ്പോഴും വിലയിരുത്തുന്നത്. അവർ ഇപ്പോഴും വിഡ്ഢികളുടെ നരകത്തിലല്ല, വിഡ്ഢികളുടെ സ്വർഗത്തിലല്ല, വിഡ്ഢികളുടെ നരകത്തിലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും CPM-ന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയടിച്ചിട്ട് മാത്രമേ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും ആ പദവിയിൽ നിന്ന് മാറൂ എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ഈ രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതിലും വലിയ പരാജയമാണ് CPM-നെ കാത്തുവെക്കുന്നത്.